ഫ്രണ്ട്സ്, ഞാനൊരു യൂസ്ഫുൾ ടിപ്സ് പറയാൻ വേണ്ടി വന്നേക്കണേ. അതായത് നമ്മുടെ ഫോൺ ഓൾഡർ വേർഷൻ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ 11 അല്ല 10 9 താഴെയാണെന്നുണ്ടെങ്കിൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ ഫോണിലാണെങ്കിൽ ഹാക്കേഴ്സിന് അത് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം, അതിനെന്തൊക്കെ ആൻഡ്രോയിഡ് വേർഷനാണ്, ഏത് വേർഷനാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ ഉള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് പോകുമ്പോൾ എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ ഇത് കണ്ടോ, ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. 10 ആണോ, 10 താഴെയാണോ, അല്ലെങ്കിൽ 9 ഒത്തിരി താഴെയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്, അതായത് വേർഷൻ ഏതാണെന്ന് അറിയാനുള്ള മെത്തേഡ്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് തരേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ തന്നെ നമ്മൾ ഗൂഗിളിൽ പോവാം. ഗൂഗിൾ സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗൂഗിൾ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ സർവീസ് വരും. ഓൾ സർവീസിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട SMS വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, SMS വെരിഫിക്കേഷൻ കോഡ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓട്ടോഫിൽ സർവീസും ഡിഫോൾട്ട് ബ്രൗസറും ഇങ്ങനെ അതായത് ഇതുപോലെ ഓണായി കിടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഓഫാക്കി ഇടുക. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് 2 കാര്യങ്ങൾ ഒഴിവാക്കി ഇടുക, അതായത് ഓഫാക്കി ഇടുക. ഓട്ടോഫിൽ സർവീസും ഡിഫോൾട്ട് ബ്രൗസറും ഓഫാക്കി ഇടുക. കാര്യം എന്ന് വെച്ചാൽ, ഹാക്കേഴ്സിന് അത് ഈസിലി അവൈലബിൾ ആവാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക് സംബന്ധം, അതായത് ഈ ഫോൺ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് വളരെ ഇഷ്യൂസ് നടക്കുന്ന കാരണം നമ്മളത് ഓഫാക്കി ഇടുക. കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും അവർക്ക് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ എല്ലാവരും അത് വേണ്ട വിധം ഉചിതം പോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു.